96 ദേശക്കാരുടെ തട്ടകത്തമ്മയായ ശ്രീ ആമക്കാവ് ഭഗവതിയുടെ അടുത്തേക്കാണ് കേട്ടോ ഞങ്ങളിന്ന് തൊഴാൻ പോകുന്നത്. അപ്പോൾ വേദും അമ്മയും ഞാനും ബേബിക്കുട്ടിയും ഏട്ടനും കൂടിയിട്ടാണ് പോകുന്നത്. എല്ലാവരും രാവിലെ നേരത്തെ എണീറ്റ് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ആമക്കാവ് പൂരം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശസ്തമാണ് കേട്ടോ. ഭയങ്കര പ്രശസ്തമായ പൂരമാണ്. അപ്പോൾ അവിടെ മയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതാണ്. ആമക്കാവ് പൂരത്തിന് പോയവരുണ്ടാവും കേട്ടോ. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് കേട്ടോ ആമക്കാവ് ക്ഷേത്രം. അവിടെ ആമക്കാവ് വെളിച്ചപ്പാടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഭാഗത്ത് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടെ ആ തൂണിൻ്റെ അവിടെ ഈ തൂണിൻ്റെ അവിടെ നിൽക്കുന്ന ആ വെള്ളമിട്ട തോർത്തിട്ട ആളാണ് കേട്ടോ ആമക്കാവിലെ വെളിച്ചപ്പാട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അവിടെ എഴുതാൻ പറഞ്ഞു കേട്ടോ. അവിടെ പോയിട്ട് എഴുതിക്കോളാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവരാം. നമ്മളവിടെ പോയിട്ട് എഴുതി. അപ്പോൾ ഞാൻ ബേബിയോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ കട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മതി ബേബി എത്ര എടുത്താൽ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ പേരിൽ പുഷ്പാഞ്ജലി കഴിച്ചു. അതുപോലെ തന്നെ പായസം ഉണ്ട് പറഞ്ഞു. അപ്പം എന്നാൽ ഒരു പായസം ആയിക്കോട്ടെ എന്നും വിചാരിച്ചു. അപ്പോൾ രസീത്തും കാര്യങ്ങളൊക്കെ തന്നു. അകത്ത് കൊടുത്താൽ മതി, പായസം അവിടെ നിന്ന് കിട്ടിക്കോളും പറഞ്ഞു. പുഷ്പാഞ്ജലിയുടെ പ്രസാദം അവിടെ വെച്ചു. കണ്ടോ ആമക്കാവ് ഭഗവതി എന്ത് നല്ല തേജസ്സോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. കുറേ വിചാരിക്കുന്നു കേട്ടോ ഞങ്ങൾ പോയി തൊഴണം. അപ്പോൾ ഏതായാലും പൂരം എടുത്ത് വന്നല്ലോ. മാർച്ച് 14 കേട്ടോ അവിടുത്തെ പൂരം വരുന്നത്. പരീക്ഷാകാലൊക്കെയാണ് കുട്ടികളുടെ. എന്നാലും പൂരം അടിപൊളിയായിട്ട് നടക്കും. അവിടുത്തെ കുളമാണ് ആ കണ്ടത്. വറ്റി വരണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതാണ് പായസം, ശർക്കര പായസം. പാകത്തിന് മധുരമുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു പ്രഭാത ഭക്ഷണം ആയിട്ടുണ്ട്, പോയി കഴിച്ചോളൂ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് ഞങ്ങളും. അപ്പോൾ അതാ ഉപ്പുമാവും ചായയായിരുന്നു പ്രഭാത ഭക്ഷണം. എന്തായാലും നമുക്ക് നമ്മുടെ വയറ് നിറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അവിടെയൊക്കെ പോയി തൊഴുതു. അവിടുത്തെ പൂരത്തിൻ്റെ ആനകളാണ് ഗൈസ് ഇത്. 18-19 ആനകളാണ് വരുന്നത്. എന്താണെന്നറിയില്ല, പേടിയാണ് ആന വന്നാൽ. പൂരം അതിഗംഭീരമായി നടക്കട്ടെ എല്ലാ കൊല്ലവും. പ്രാവശ്യം ഒരു കുഴപ്പമില്ലാതെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആന വരുന്നതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ്. പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ ഗൈസ്, LP സ്കൂൾ. ബൈ.